കുട്ടിയുടെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? ഞാൻ ആ പറഞ്ഞത് കള്ളമാ. എന്റെ അച്ഛൻ മരിക്കായിരുന്നില്ല. പിന്നെ അമ്മയ്ക്ക് പറ്റിയൊരു മണ്ടത്തരത്തിന്റെ കുട്ടിയാ ഞാൻ. ആ മനുഷ്യനെ പറ്റി ഞാൻ എന്തെങ്കിലും ചോദിക്കുന്ന എന്നെ അമ്മയ്ക്ക് ദേഷ്യമാ. ഞങ്ങൾ രണ്ടുപേരെയും ഒരുപോലെ ചതിച്ചിട്ട് പോയ അയാളെ പറ്റി അറിയണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. കുട്ടി അയാളെ കണ്ടിട്ടേ ഇല്ല? ഇല്ല, ഞാൻ ജനിക്കുമ്പോഴേക്ക് അവര് തമ്മിൽ തെറ്റിക്കഴിഞ്ഞിരുന്നു. ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പോ എന്നെയും എടുത്ത് അമ്മ നൈജീരിയയിൽ ഒരു ജോലി വാങ്ങിപ്പോയി. എന്നെയും കൊണ്ട് ഈ നാട്ടിൽ ബന്ധുക്കളുടെയും പരിചയക്കാരുടെ ഇടയിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെന്നാ അമ്മ പറഞ്ഞത്. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാ അമ്മ വീണ്ടും മടങ്ങിയെത്തിയത്. ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോട് പോലും ഞാൻ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ മരിച്ചുപോയെന്ന. അത് ഞാനും അമ്മയും തമ്മിലുള്ള ഒരു പ്രതിജ്ഞ. അങ്ങനെ പറയാവൂന്ന്. ആദ്യമാ ഒരാളിനോട്. ഇനി എന്നാ മോളോട് വരിക? ഇന്ന് ജാനുവരി 1. 17 ദിവസം കഴിഞ്ഞ് മോളിനി ഇവിടെ വരും. എന്താന്ന് പറയൂ. എന്റെ ബർത്ത്ഡേ 18-നാണോ മോളെ പിറന്നാള്? ആ, അപ്പൊ തീർച്ചയായും വന്നേ പറ്റൂ. അന്ന് ഞാൻ മോൾക്ക് എന്റേതായ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്. എ ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ. അയ്യോ വേണ്ട, അതൊക്കെ പിന്നെ അമ്മയുടെ കണ്ണീന്ന് വിളിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാവും. ആ, അതൊക്കെ കുട്ടിയുടെ മിടുക്ക് പോലെ. എന്ത് പറഞ്ഞാലും എന്തെങ്കിലും ഒരു സമ്മാനം തന്നേ പറ്റൂ. എന്ത് വേണമെന്ന് മോള് തന്നെ പറഞ്ഞു. ഒരു പൂവെങ്കിലും ഒരു പൂവ്, ഒരു പെണ്ണെങ്കിലും ഒരു പെൻ, എന്തെങ്കിലും. അതെന്റെ ഒരു പ്രിവിലേജാണ്, നോട്ട് യുവേഴ്സ്. ഒരു ആനയെ വാങ്ങിച്ചേരണമെന്ന് പറഞ്ഞാലോ? വാങ്ങിച്ചു തരും. വലിയ മുട്ടന്റെ ഒരു കൊമ്പനാന ഏർപ്പാടേട്ടെ. അയ്യോ വേണ്ട, ആനയ്ക്ക് ഓല അന്വേഷിച്ച് ഞാൻ അതിനെ കൊണ്ട് ചുറ്റിപ്പോവും. ഇങ്ങനെ പറ, വേറെ എന്താ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കൂ. പറയട്ടെ. അങ്കിളിന്റെ എല്ലാ ബുക്കുകളുടെയും ഓരോ കോപ്പി അങ്കിളിന്റെ സിഗ്നേച്ചറോടുകൂടി. എന്റെ ഏറ്റവും വലിയൊരു അംബിഷൻ അത്. കിട്ടിയിരിക്കും. പോട്ടെ.